ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ലില്ലി എന്ന സസ്യത്തെ പറ്റിയാണ്. മനോഹരമായ പൂക്കളുള്ള ഒരു ചെടിയാണ് ലില്ലി. ലില്ലി കുടുംബത്തിലെ അനേകം ഇനം പൂക്കളുണ്ട്. ലില്ലിയം എന്ന പേരിലാണ് ഈ സസ്യവർഗം അറിയപ്പെടുന്നത്. ഇവയുടെ പൂക്കൾ വലുതും ആകർഷകവുമായതാണ്. ചില വർഗ്ഗങ്ങൾക്ക് ശക്തമായ സുഗന്ധമുണ്ടാവും. വെള്ള, പിങ്ക്, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് തുടങ്ങിയവയാണ് ഇവയുടെ നിറങ്ങൾ. കിഴങ്ങ് ഉപയോഗിച്ച് വളരുന്ന ചെടിയാണ്. പൂക്കൾ 6 മടക്കപ്പാളികളുള്ള ചക്രാകൃതിയിൽ വിരിയും. തണുപ്പേറിയ മുതൽ സമശീതോഷ്ണ കാലാവസ്ഥയിൽ നന്നായി വളരും. തിളക്കമുള്ള ഇളം സൂര്യപ്രകാശം ആവശ്യമാണ്. വെള്ളം തടിച്ചു നിൽക്കാത്ത മണ്ണാണ് ഏറ്റവും നല്ലത്. കിഴങ്ങുകൾ മണ്ണിൽ നട്ട് 3-4 മാസത്തിനകം പൂക്കൾ വിരിയുന്നു. അലങ്കാര സസ്യമായി തോട്ടങ്ങളിൽ വളർത്താവുന്നതാണ്. പൂക്കള അലങ്കാരങ്ങളിലും ബൊക്കെയിലും ഇവ ഉപയോഗിക്കാം. ആഘോഷങ്ങളിലും മതചടങ്ങുകളിലും ഇവ ഉപയോഗിക്കാം. ചില സംസ്കാരങ്ങളിൽ ശുദ്ധിയും സമാധാനവും പ്രതീകമായി ഉപയോഗിക്കുന്നു. ഇവ ശുദ്ധിയുടെ പ്രതീകമാണ്. നിറം ഭംഗിയുള്ള സുഗന്ധം കുറവുള്ളതാണ് ലില്ലി. വലിയ പൂക്കളും ശക്തമായ സുഗന്ധവും ഉണ്ടാവും. ശംഖാകൃതിയിലുള്ള മനോഹരമായ പൂവ് ഇവയ്ക്ക് ഉണ്ടാവും. കുഴഞ്ഞു പോയതിനോ പുഴുങ്ങലിനോ അടയാളമില്ലാത്ത ആരോഗ്യകരമായ കിഴങ്ങുകൾ തിരഞ്ഞെടുക്കുക. വലുതായ കിഴങ്ങുകൾ വലിയ പൂക്കൾ നൽകും. ലില്ലിക്ക് വെള്ളം തടിച്ചു നിൽക്കാത്ത ലളിതമായ ജൈവവളമുള്ള മണ്ണ് ആവശ്യമാണ്. മണൽ, ചുവന്ന മണ്ണ്, ജൈവവളം എന്നിവ ചേർത്താൽ മികച്ചതാണ്. മണ്ണിലെ pH 6.0-6.5 വരെ ആവാം. ദിവസത്തിൽ 4-6 മണിക്കൂർ നേരിട്ടുള്ള അല്ലെങ്കിൽ ഇളം സൂര്യപ്രകാശം ആവശ്യമാണ്. കനത്ത ചൂടുള്ള സ്ഥലത്ത് തണൽ അല്പം ലഭിക്കുമെങ്കിൽ മെച്ചം. കിഴങ്ങുകൾ 10-15 സെൻറ്റിമീറ്റർ ആഴത്തിൽ നടുക. ഓരോ കിഴങ്ങിനും 15-20 സെൻറ്റിമീറ്റർ ഇടവെളി നൽകുക. കിഴങ്ങിൻ്റെ മൂർച്ചയുള്ള ഭാഗം മുകളിൽ എത്തിക്കണം. നട്ട ശേഷം നല്ലപോലെ വെള്ളം കൊടുക്കുക. പിന്നീട് മണ്ണ് നനവുള്ളതായിരിക്കണം, പക്ഷേ വെള്ളം നിറഞ്ഞിരിക്കരുത്. അധികം വെള്ളം നൽകിയാൽ കിഴങ്ങ് പുഴുങ്ങാൻ സാധ്യതയുണ്ട്. 15 ദിവസം ഇടവിട്ട് ജൈവവളം കമ്പോസ്റ്റ് നൽകാം. പൂക്കാലത്ത് പൊട്ടാസ് കൂടുതലുള്ള വളം കൊടുത്താൽ പൂക്കൾ കൂടുതൽ വളരും. നട്ട് മുളച്ച ശേഷം സ്റ്റെം പിന്തുണ കൊടുക്കുന്നത് നന്നാണ്. ഉണക്കിയ ഇലകളും പൂക്കളും നീക്കം ചെയ്യുക. കിളന്തി, ഇലിയൻ, ആഫിഡ്സ് പോലുള്ള കീടങ്ങൾ കണ്ടാൽ നീം ഓയിൽ സ്പ്രേ 3% ആഴ്ചയിൽ 1 തവണ മാത്രം മതിയാകും. സാധാരണയായി 2.5 മുതൽ 4 മാസത്തിനുള്ളിൽ പൂക്കൾ വിരിയും. പൂവിട്ടതിന് ശേഷം ഉണങ്ങിയ പൂവ് നീക്കം ചെയ്താൽ ചെടി അധികം ഊർജം സംഭരിക്കും. പൂക്കാലം കഴിഞ്ഞ് ചെടി ഉണങ്ങിയാൽ കിഴങ്ങുകൾ മണ്ണിൽ തന്നെയോ എടുത്ത് തണുത്ത വരണ്ട സ്ഥലത്ത് സൂക്ഷിക്കാം. അടുത്ത സീസണിൽ വീണ്ടും നട്ടു വളർത്താം. അതിശൈത്യം അല്ലെങ്കിൽ അതിചൂട് ഒഴിവാക്കുക. കനത്ത മഴയിൽ കിഴങ്ങുകൾ പുഴുങ്ങാൻ സാധ്യത കൂടുതലാണ്. ഡ്രെയിനേജ് നല്ലതാക്കുക. പാത്രത്തിൽ വളർത്തുമ്പോൾ 8 മുതൽ 12 ഇഞ്ച് ആഴമുള്ള പാത്രം തിരഞ്ഞെടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.